എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഉഗാണ്ടയിലെ പശുക്കൾ, ആട് എന്നിവയാണ്. കാരണം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഉഗാണ്ടയിൽ പാലിന് പാക്കറ്റ് പാലാണോ ഉപയോഗിക്കുന്നത്, ഫ്രഷ് മിൽക്ക് ഉണ്ടോ, ആടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതൊന്ന് കാണിച്ചു തരാനെ കൊണ്ട് പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിരുന്നില്ല. ചെറിയ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ ഒരു വീഡിയോ കിട്ടാത്തതിൻ്റെ പേരിലാണ് അന്നൊക്കെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇപ്പം അതിന് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങളൊരു യാത്ര പോകുന്ന വഴിക്ക് കണ്ടതാണ്. വൈകുന്നേരം നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമല്ല. അവർ യാത്ര പോയ വഴിക്ക് ഇത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മേച്ചിലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇതുപോലെയാണ് ഇവിടെ ആടും പശുക്കളും ഒക്കെ ഇങ്ങനെ മേയ്ക്കാനായിട്ട് വിടും. രാവിലെ അവരെ പാലൊക്കെ കറന്നെടുത്തതിന് ശേഷം എവിടെയെങ്കിലും വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ട് കുളിപ്പിച്ചിട്ട് ഇതിനെ അഴിച്ചു വിടുകയാണ് പതിവ്. അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് വീടിൻ്റെ വാതിൽ കെട്ടിയിടുകയൊന്നുമില്ല. എന്തെങ്കിലും ഒരു വളച്ച് കെട്ടി എന്തെങ്കിലും വെച്ചേക്കും, അതിനകത്ത് എല്ലാത്തിനെയും കൂടെ അടിച്ച് കയറ്റി വിടും. അപ്പോൾ അതല്ലാതെ കണ്ട് ഓരോന്നിനെയായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ കെട്ടിയിടുവോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു ഭക്ഷണവും വേറെ കൊടുക്കത്തില്ല. വൈക്കോലോ അല്ലെങ്കിൽ പുല്ലുപോച്ചയൊക്കെ പറിച്ചു കൊണ്ട് കൊടുക്കുമോ, വെള്ളം കാടിവെള്ളം കൊടുക്കുമോ, ഇതൊന്നുമില്ല. ഇവർ ഈ കുടിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായി ഇവരിങ്ങനെ ഇതിനകത്ത് നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മളടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ദൂരോട്ട് പോകും. പക്ഷേ എന്നാലും നമുക്ക് ഒരുപാട് അടുത്തോട്ട് പോകാൻ പറ്റില്ല. ഇത് ചെമ്മരിയാടാണ്, സാധാ ആടല്ല. സാധാ ആട് ഉണ്ട് ഇവിടെ ഒരുപാട്. അപ്പം പശുവിൻ്റെ പാലും കിട്ടും, ആടിൻ്റെ പാലും നമുക്ക് കിട്ടും ഇവിടെ ഞങ്ങൾ കമ്പനിക്കകത്തേക്ക് പശുവിൻ്റെ പാലാണ് കൊണ്ടുവരാറുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ആടിൻ്റെ മീറ്റിന് ഇവിടെ മറ്റ് മീറ്റുകളെക്കാളും വില കുറവാണ്. ടേസ്റ്റും നല്ലതാണ് എന്നാണ് ഇവിടെ ആൾക്കാർ കഴിക്കുന്നവരൊക്കെ പറയാറുള്ളത്. ഇവിടെ ഗോഡ് മീറ്റ് ക്യാൻറ്റീനിലേക്ക് വാങ്ങിക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് എന്നാണ് പറയുന്നത്. വില കുറവായതുകൊണ്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ ഇതിങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല. ഒരുപാട് വിലയുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത്. വില്ലേജുകളിലൊക്കെ പശുവിനെ വളർത്തി പാല് വിറ്റാണ് ഇവർ കഴിയുന്നത്. ഇതിപ്പം ഞാൻ ഒരു സ്ഥലത്തെ മാത്രമൊന്നുമല്ല എടുത്തത്, പല സ്ഥലങ്ങളിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വെള്ളം കിടക്കുന്നിടത്തേക്ക് ഇവരെ ഇറക്കി ഇതിനെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കിയാണ് കൊണ്ടുവരുന്നത്. പശുക്കളെ കാണാനും നന്നായിട്ട് കൊഴുത്ത് തടിച്ചിരിക്കുന്ന പശുക്കളാണ്. ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ട് ആണ് കൊണ്ടുപോകുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്നങ്ങ് പോകും. പക്ഷേ ഒരാൾ ഇത്ര പശുക്കളെ വെച്ച്, അത് അവരവരുടെ ഒരു കഴിവനുസരിച്ച്. ഇതൊന്നും അവരവരുടെ സ്വന്തം വീട്ടിലൊന്നും അല്ല, ഇത് ഇവരുടെ ഒരു ജോലിയാണ്. ഇവർ കുറേ പശുക്കളെ കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. ഇതിങ്ങനെ മേഞ്ഞ് നടക്കുന്നതാണ് പശുക്കൾ. അപ്പോൾ ഇതിൻ്റെ പാലാണെങ്കിലും ഇവർക്ക് സൊസൈറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സൊസൈറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അളന്ന് അപ്പോൾ ആൾക്കാരെല്ലാം പാല് വാങ്ങാൻ വരും. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് ഇവർ. പിന്നെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇതുപോലെയൊക്കെ എല്ലാ സമയങ്ങളിലും പാല് കിട്ടും. എപ്പോൾ നമ്മൾ ചോദിച്ചാലും ഇവർ കൊണ്ട് തരാമെന്നും പറഞ്ഞിട്ട് പോകും. അപ്പോൾ കുറേ പശുക്കളുണ്ടാകും. ഒരു വീട്ടിലേക്ക് ചിലപ്പോൾ ഒരു 10 പശുക്കളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ സൈഡിലായിട്ട് പോലും വളരെ നീറ്റായിട്ടാണ് ഇവർ പോകുന്നത്. ഇത്രയും ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്, റോഡും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സൈഡിൽ കൂടെ എങ്ങനെ പൊയ്ക്കോളും. ഇങ്ങനെ 1-2 കുട്ടികളുണ്ടാവും. കുട്ടികളല്ല, 1-2 ആൾക്കാർ കാണും. ഇപ്പോൾ ഈ അങ്ങോട്ട് പോകുന്നത് വേറെ ഒരു സൈഡിലേക്ക്, ഇങ്ങോട്ട് പോകുന്നത് വേറൊരു സൈഡിലേക്ക്. അപ്പം രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലെ പാലും കൊണ്ട് ആൾ വരും. ഇതുപോലെ 2 ജെറിക്കാനകത്തായിട്ട് ആണ് രാവിലെ ഇവിടെ പാല് കൊണ്ടുവരുന്നത്. 40 ലിറ്റർ പാലുമായിട്ടാണ് ഇപ്പം വരുന്നത്. ഒരു സ്റ്റാൻഡ്, ബൈസിക്കിളിൻ്റെ പുറകിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിനകത്താണ് ഈ ജെറിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എത്ര ലിറ്റർ പാല് വേണമെങ്കിലും തരും. രാവിലെ ഇപ്പം 1 ലിറ്റർ മതിയെങ്കിൽ നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് 1 ലിറ്റർ എന്ന് പറയും. അല്ല എങ്കിൽ എത്ര വേണമെങ്കിലും കിട്ടും. അല്ലെ പിന്നെ തികഞ്ഞില്ലേ അവർ പോയി കൊണ്ടുവരും. ഇതിപ്പോൾ പാല് കാച്ചിയെടുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഈ ബട്ടറല്ല, ക്രീം. അപ്പോൾ ഇതുപോലെ ക്രീമാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ച് ആ പാല് വെച്ച് തൈരുണ്ടാക്കിയതാണിത്.
ഈ തൈര് വെച്ച് ഒരു ചെറിയ ഒരു മോര് കറി ഉണ്ടാക്കി കാണിക്കാമെന്ന് ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പല പ്രാവശ്യം ചോദിച്ചു എന്താ ചെയ്യാഞ്ഞെന്ന്. അപ്പോൾ അത് ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇത് മോര് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് വെച്ചേക്കുന്നതാണ്, ഒരുപാടല്ല, ഒന്ന് പൾസ് ബട്ടണിൽ പ്രസ് ചെയ്ത് വെച്ചതാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയ ഉള്ളി കിട്ടുമ്പോൾ ഞാൻ എന്നും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇവിടെ ചെറിയ ഉള്ളി എപ്പോഴും കിട്ടത്തില്ല, വല്ലപ്പോഴേ കിട്ടുള്ളൂ. അപ്പം പിന്നെ അത് ഞാൻ ഫ്രീസറിലാക്കി വെക്കും. ഫ്രീസറിലല്ല, എൻ്റെ താഴെ ട്രേയിലാക്കി വെക്കും. ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, അല്പം വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് ടേസ്റ്റ്, പിന്നെ സോൾട്ട്, അല്പം കടുക്, ഇത്രയും മതി. കറിവേപ്പില നന്നായിട്ട് ഇടണം. ഇതിപ്പം ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് വെക്കുന്നത്, കാരണം ഇത് നന്നായിട്ട് മൊരിഞ്ഞെടുക്കുമ്പോഴാണ് ഈ മോരുകറിക്കൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ മോര് നമ്മൾ പച്ചമോരെന്ന് പറയത്തില്ലേ, ആ മോര് കഴിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പച്ചമോരിൻ്റെ ടേസ്റ്റ് പോകത്തുമില്ല. നല്ല ഭക്ഷണം ഊണ് കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം കൂട്ടി കുടിക്കാനും ഒക്കെ നല്ലതാണ്. ഈ മോര് കേടാകത്തുമില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വഴറ്റണം. ആദ്യം കടുകിട്ട്, പിന്നെ ചെറിയ ഉള്ളിയിട്ട്, ഇഞ്ചി, പച്ചമുളക്, ഇത് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഫ്രഷായിട്ടുള്ളത് കിട്ടിയാൽ ഏറ്റവും നല്ലത് അതാണ്. ഒരുപാട് ഹാർഡായിട്ടുള്ളതല്ലാതെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വാടും. അപ്പം നമുക്ക് ഈ ഭക്ഷണത്തിലേക്ക്, ചോറിനകത്തേക്കൊക്കെ ഒഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ആ കറിവേപ്പില വലിയ കട്ടിയില്ലാതെ ഇരിക്കും. ഇവിടെ പിന്നെ കറിവേപ്പില ഒരുപാടുള്ളത് കൊണ്ടാണ് ഈ ഒരുപാട് വാരിയിടുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ കറിവേപ്പില ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഇല ഇടണം. അപ്പോഴാണ് നന്നായിട്ടിത് വാടി കിട്ടുന്നത്. നന്നായിട്ട് മൊരിയണം. നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിൽ മോര് കേടായി പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ എല്ലാം ഒരു ടേസ്റ്റും വരും. ഈ ഒരു അളവിൽ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് ഇത് അടിച്ചു വെച്ചിരിക്കുന്ന മോരാണിത്. ഈ മോര് ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കണം. ആ ഒഴിക്കുന്ന ഇണ്ടം വിട്ടുപോയി. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് തീ ഒന്ന് ഓഫ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ തിളച്ചു പോകും. അതുകൊണ്ട് പിന്നീട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോയി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ചോറിനകത്ത് ഒഴിച്ചിടാനെ കൊണ്ട് നല്ല കട്ടി മോരാ വേണ്ടതെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നല്ല തിക്കായിട്ടിരിക്കുക. ഇവിടെ അത്രയും തിക്കായിട്ടുള്ള മോര് അത്രയും ഇഷ്ടമല്ല. ഇത് അതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു ചെറിയ ചമ്മന്തിയും കൂടെ ചെയ്യാം. ഇത് ചെറിയ ഉള്ളി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കറിയാണിത്. ഈ രണ്ടെണ്ണം ഇത് ഞാൻ നിർബന്ധമായി ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ഇത് പച്ചമുളക്, ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരല്പം പുളി. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഉപ്പും ചേർക്കണം. ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. കൂടുതൽ അരയ്ക്കത്തൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചതച്ചിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ഇതും ആ മോരും കൂടെ നല്ല ടേസ്റ്റാണ് ഭക്ഷണം കഴിക്കാനെ കൊണ്ട്. പക്ഷേ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിലേ അതിന് ടേസ്റ്റുള്ളൂ. ഇതിപ്പം നമ്മൾ ഈ ഏത്തക്കായ ഉണ്ടല്ലോ, ഏത്തക്കായ ഒക്കെ പുഴുങ്ങുമ്പോഴത്തേക്കും, ചേമ്പ് കാച്ചിലൊക്കെ പുഴുങ്ങുമ്പോഴത്തേക്കും ആ ചമ്മന്തി ഒരുപാട് ടേസ്റ്റുള്ളതാണ്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ കേരളത്തിലുള്ളവരോട് ഞാൻ പറയണ്ടല്ലോ ഇത് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. ഇത് മോര് ഞാൻ ഒരല്പം വെള്ളം കൂടെ ചേർത്താണ് എടുത്തത്. ഈ ഒരു തിക്നെസ്സാണുള്ളത്. ഇതാണ് ഇവിടെ ഇഷ്ടം. ഇതിപ്പം നല്ല ചൂട് സമയത്താണെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുടിക്കാനാണെങ്കിലും നല്ലതാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് ഒത്തിരി തിക്കായിട്ട് എടുക്കത്തില്ല. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പാൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഈ മോരിൻ്റെ കറിയും കൂടെ ഇതിൻ്റെ കൂടെ കാണിച്ചത്. അപ്പോൾ ഈ മുളകും ഈ മോര് കറിയും കൂടെ ചോറിനാനെ കൊണ്ട് വേറെ ഒരു കറിയും വേണ്ട. ഇത് വെളിയിൽ പിറ്റേ ദിവസം വരെയൊക്കെ ഇരിക്കും.